മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നാം ഈ വാക്യം ശ്രദ്ധിച്ചാൽ രണ്ട് തരത്തിലുള്ള വൃക്ഷങ്ങളെ പരാമർശിക്കുന്നു. ഒന്ന് നല്ല വൃക്ഷം, രണ്ട് ആകാത്ത വൃക്ഷം. രണ്ടാമത്തെ കാര്യം, രണ്ട് തരത്തിലുള്ള ഫലങ്ങളും ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുകയാണ്. നല്ല ഫലം, ആകാത്ത ഫലം. നാം ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് ചില പാഠങ്ങൾ ഓർക്കാനായിട്ട് സാധിക്കും. ഒന്ന്, രണ്ട് വൃക്ഷങ്ങളിലും ഫലങ്ങളുണ്ട്, പക്ഷേ രണ്ടും ഉപയുക്തമായ ഫലങ്ങൾ അല്ല. ഒന്നു മാത്രമേ ഉപയുക്തമുള്ളൂ. രണ്ട് വൃക്ഷങ്ങളും നിൽക്കുന്നത് ഭൂമിയിലാണ്, പക്ഷേ തരുന്ന ഫലമോ വിഭിന്നമാണ്. രണ്ട് വൃക്ഷങ്ങളും എല്ലാ ഭൂമിയുടെ എല്ലാ ആനുകൂല്യങ്ങളും മുതലാക്കുന്നുണ്ട്. വെളിച്ചം, വെള്ളം, പ്രകൃതിയിൽ നിന്നുള്ള വായു, അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത് ഉപയോഗിക്കുന്നു. പക്ഷേ തരുന്നതോ വിഭിന്നമായ ഫലങ്ങൾ. നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. നാം ഈ ഭൂമിയിലുള്ള ദൈവം തരുന്ന എല്ലാ നന്മകളും അനുഭവിച്ചിട്ടും നാം ദൈവത്തിന് അർപ്പിക്കുന്ന ഫലം എങ്ങനെയുള്ളതാണ്? നല്ല ഫലമാണോ ആകാത്തതാണോ?